മഴ കുറവായതുകൊണ്ട് കള്ളില്ല. വെറുതെ തല്ലിട്ട് എന്താ കാര്യം? കൊലേ ചാറില്ലാതെ കള്ള് കിട്ടുവോ? ഞാൻ പോയി സിഗരറ്റ് വാങ്ങിച്ചിട്ട് വന്നാലോ? അങ്ങൂന്ന് വാങ്ങിക്കാം. ഞാൻ വരാൻ കുറെ വൈകും. ഷാപ്പിന്ന് കാശ് വാങ്ങിക്കണം. വേണമെങ്കിൽ അകത്തിരിക്കുന്നിടത്ത് കൊടടി കള്ള്. ചിട്ടി 3 എണ്ണ മുടങ്ങിക്കിടക്കുന്നേ. ഞാനും അത് ആലോചിക്കായിരുന്നില്ല. ഇങ്ങോട്ട് വന്നിട്ട് 4 ദിവസമായല്ലോ, ഓർക്കാഞ്ഞിട്ടല്ല. നാളെയെങ്കിലും ആ തവണയൊക്കെ അടയ്ക്കണം. ഇന്നത്തെ കാര്യം ഇന്ന്, നാളത്തെ കാര്യം നാളെ. തവണയല്ലേ അടയ്ക്കേണ്ടു. എത്ര തവണ അടയ്ക്കണം? എത്ര തവണ അടച്ചത് വട്ടമറുതി എത്തും. പറ്റി ആരും കാണണ്ട. വരുന്നു. എന്താ അനവേട്ടത്തെ നീ വന്നേ? അതെ, ഞാൻ താങ്ക് യു. ഞാനിത് ആരോടും പറയില്ല. എന്താ അമ്മേ? ഒരു പൂച്ചയോ? ഒന്ന് നിന്നേ. എന്താ? ചേലക്കര പുതിയതാ അല്ലയോ? ആണെങ്കി അതെ, കഴിഞ്ഞ ദിവസം കണ്ടപ്പോ ഒരു കാര്യം പറഞ്ഞോന്ന് കരുതിയ സമയം ഒത്തു വന്നില്ല. അധികം ചുറ്റിക്കളിയൊന്നും വേണ്ട. ഈ സ്ഥലം അത്ര നല്ലതല്ല. അത്രയ്ക്ക് വിലക്കുറവാ? അതല്ല, ഇവിടുത്തെ ആൾക്കാര് വളച്ചേട്ടി ഒരേക്കറങ്ങ് ഏറ്റെടുത്തൂലോ. എന്നിട്ട് കാര്യം പറഞ്ഞില്ലല്ലോ ചേട്ടാ. പറയാനിയാ? എന്നാ പറ ചേട്ടാ. അതെ, മീൻകാരന്റെ പ്രേമം നാട്ടിലറിഞ്ഞ് സംഭവം വർക്കിമാപ്പിളയുടെ ചെവിയിൽ എത്തിയിട്ടുണ്ട്. ഭാഗ്യം. അപ്പൊ കാര്യൽപ്പായല്ലോ. ഇനി എന്ത് സംഭവിക്കും? സംഭവാമി യുഗേ യുഗേ. അല്ല ചേട്ടാ, അത് ചേട്ടന് വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ. ഇല്ല, വേറെ പണിയില്ല. പക്ഷെ ഞങ്ങളുടെ മീനോടെ വെയിറ്റിംഗില്ല. സമയത്തിന് ചെന്ന് അത് എടുത്തില്ലെങ്കിലേ ഞങ്ങളുടെ മീൻ നാറും. അപ്പൊ ചേട്ടാ ചെല്ല്. പറഞ്ഞ പോലെ ഇല്ലെങ്കിൽ ഷേപ്പ് മാറും. ഇപ്പൊ മീൻ മാത്രമേ നാറൂ, കുറച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നാറും. രണ്ടു ദിവസമല്ലേ കണ്ടിട്ട്. മാഡം ലീവിലായിരുന്നു. അപ്പോ എന്നെ ശ്രദ്ധിക്കാറുണ്ടല്ലേ? ഇത് മുഷിഞ്ഞ കച്ചവടമല്ലേ. ആരെങ്കിലും പ്രതീക്ഷിക്കാനുണ്ടെങ്കിൽ ഒരു ഉഷാറ് കിട്ടും. അപ്പോ കച്ചവടത്തിന് ഒരു ഭാഗമാണ് ഈ കൂടിക്കാഴ്ച അല്ലേ? കച്ചവടം നന്നായാലല്ലേ പിന്നീടുള്ളത് നടക്കൂ. ആദ്യം സെറ്റപ്പ്, പിന്നെ തയ്യാറെടുപ്പ്, പിന്നെ പിന്നെ പറഞ്ഞേ. ഒന്നുമില്ല. അല്ലാതിരിക്കട്ടെ, ഞാൻ കൊടുത്തോട്ട് മീൻ എങ്ങനെ? അടിപൊളി. ഋഷി കൊടുത്തേച്ചതായതുകൊണ്ട് ഞാനൊന്ന് മണത്ത് നോക്കി. സ്പ്രേ അടിച്ചോണ്ടോന്ന് അറിയാനാ? എന്ന് വെച്ചോ. അപ്പൊ അമ്മച്ചി ചോദിക്കുക, നീ എന്താടി പൂച്ചയാണോന്ന്? പൂച്ച ആരാണെന്നാ ഇപ്പൊ എന്റെ സംശയം. ഒന്ന് പിടിച്ചേ. അയ്യോ, കുട്ടപ്പൻ ചേട്ടനല്ലേ? ഇതെന്തു പറ്റി? ഒന്നും പറ്റിയില്ല, കൺട്രോൾ പോയി. സൂക്ഷിക്കണേ, വയസ്സേറി വരികയല്ലേ. അയ്യോ അനിയ, എനിക്ക് അത്ര വലിയ പ്രായമൊന്നുമില്ല, മുടി പോയെന്നേ ഉള്ളൂ.
അതെ, മുടി വളരണമെങ്കിലേ മനസ്സ് നന്നായിരിക്കണം. അപ്പൊ ശരി, മീൻ ഇത്തിരി കൂടി ബാക്കിയുണ്ട്. സംസാരിച്ചെന്നാലേ അരി കരിയും. അതെ, വേറെ വിശേഷമൊന്നുമില്ലല്ലോ? ഒന്നുമില്ല. വിവരത്തിന് മണിയോടെ അയക്കണേ. പോട്ടെ. അയക്കോ കൊണ്ടുതരും, എന്തെങ്കിലും ചെയ്യാം. അനിയൻ ചെല്ല്. ഓഹോ, അല്ലേലും നിന്റെ അരി കരിയും. ഓ എന്റെ നടുവേ, ഇന്നലെ മുഖത്ത്, ഇന്ന് നടുവിന്. ശനിദശ വന്ന ഫലം തടയുക. കാലത്തെ കോളത്തെ ലക്ഷണം ഉണ്ടല്ലോ. ഒരു ചവിട്ടിക്കലുണ്ടായിരുന്നു. കാളെ കൊള്ളാലോ അല്ലേ? അത് പശുവിനോട് ചോദിക്കാം. രണ്ട് ചെറുപ്പക്കാര് നമ്മളെ നാട്ടിൽ മീമിക്കാൻ വന്ന കാര്യം വർക്കിച്ച് അറിഞ്ഞോ? പറയണ കേട്ടു. ഡിഗ്രിക്കാരാണത്രേ. ഡിഗ്രിക്കാരുടെ ഒരു ഗതികേട്. ഒരു ഗതികേടുമില്ല. അതിലൊരുത്തം പഠിച്ച കള്ളനാ. തീക്കൊള്ളി കൊണ്ടാ അതിലൊരുത്തം തലവറിയുന്നത്. മനസ്സിലായില്ല. നമ്മുടെ സോഫിയ കുട്ടിയില്ലയോ? മോള് അവനുമായിട്ടാ അവളിപ്പോ കറക്കം. താനോർന്ന് വെച്ചോണ്ടാക്കരുത് കേട്ടോ. വെച്ചുണ്ടാക്കിട്ട് എനിക്ക് എന്ത് കാര്യം? ഒരു സൂചന തന്നെന്ന് മാത്രം. വർക്കിച്ചന്റെ മോൾ എന്റെ മോളെ പോലെ തന്നെയാ. പിന്നെ എന്തെങ്കിലും സംഭവിച്ചിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. താനിതെങ്ങനെ അറിഞ്ഞു? തെങ്ങിന്റെ മോളിൽ നിന്ന് ഈ കുട്ടപ്പൻ അറിയാത്ത കാര്യങ്ങളില്ല, കാഴ്ചകളില്ല. അതെ, ദേവലോകത്തിരുന്ന് ഞാൻ എല്ലാ കളികളും കാണുന്നുണ്ട്. കാലത്ത് തയ്ക്കാൻ പോകുമ്പോ അവരുടെ കൂടിക്കാഴ്ച പതിവാ. അതെ, ഞാൻ ഈ പറഞ്ഞ് വർക്കിച്ച വീട്ടിൽ ചെന്ന് പോലീസൊന്നും ആവണ്ട. സാവധാനം പറഞ്ഞ് പിന്തിരിപ്പിക്കാൻ നോക്ക്. അതെ, ഇനി അവനിട്ട് രണ്ട് പെടപെടച്ചാലും കുഴപ്പമൊന്നുമില്ല. നീ പുല്ലരിഞ്ഞ് വിട്ടിരുന്നോ? നിന്റെ 3 പെമ്പിള്ളേര് വല്ലവന്റെ കൂടെ ഇറങ്ങി പോകുമ്പോഴെങ്കിലും തീരുവോ ഈ പുല്ലരിച്ചില്? എവിടെ പോയാ തയ്യക്കാരി? അവളാ മീൻകാരനെ തയ്യലോടിപ്പിക്കാൻ പോയോ? നിങ്ങൾ എന്തോന്ന് വെച്ചായ വേണ്ടാതീനം പറയുന്നേ? എറണാകുളത്തല്ലേ ആ മീൻകാരനോട്ട് എന്തോ നടി ബന്ധം? എന്ത് ബന്ധം? അവരൊന്നിച്ച് പഠിച്ചവരല്ലേ? പഠിപ്പൊക്കെ കോളേജിൽ തീർന്നില്ലേ? വയലിലും വഴിവെക്കിലും അതിന്റെ ബാക്കി വേണ്ടാന്ന് അവളോട് പറഞ്ഞേക്ക്. നിങ്ങൾ എന്തൊക്കെയാ ഈ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിനക്ക് മനസ്സിലാവില്ല. അവരുടെ പ്രേമം നാട്ടിപ്പാട്ട. കണ്ട തീയച്ചക്കനാട്ടി തെണ്ടി നടക്കുന്ന വർക്കിയുടെ മോക്ക് പറ്റൂല. ആരാ നിങ്ങളോട് ഇതൊക്കെ പറഞ്ഞേ? കുട്ടപ്പൻ. നിത്യവും കാണുന്നതാ. അവൻ എന്നോട് കള്ളം പറയില്ല. ഓ, കുട്ടപ്പൻ. ആ, കുട്ടപ്പൻ. 2 തലയ്ക്കും പിടിച്ച് നടുക്ക് തീ വെക്കുന്നവനാ കുട്ടപ്പൻ. അതെങ്ങനെയാ? അയാളോട്ടല്ലേ അന്തിക്കൂട്ട്? നീ നിന്റെ മോക്ക് സൈഡ് നിൽക്കുക. നിന്റെ കുടുംബ പാരമ്പര്യം നിലനിർത്താൻ വർക്കിയുടെ മോളെ സമ്മതിക്കില്ല. കൂടെ പഠിച്ച കുട്ടികളെ തമ്മി കാണുമ്പോ അവരെ വല്ലത് മിണ്ടിന്ന് പറഞ്ഞു നോക്കിയിരിക്കും. അത് വലിയ തെറ്റാ. നിങ്ങൾ ആദ്യം നേരെയാകും. തല്ലിക്കോ, തല്ലിക്കൊന്നു. പക്ഷെ ഒരു കാര്യം ഓർത്താ നന്ന്. വിത്തുകാരക്കാരന്റെ മക്കൾക്ക് ആ സ്വഭാവം വന്നാ അതെന്ത് കുറ്റം? എന്നെ തല്ലിയ എന്റെ കൈ നാറും. ഇതിലും ഭേദം മീൻകാരന്റെ നാറ്റം. അരിഞ്ഞിട്ട് ഓടി.